പ്രിയമുള്ളവരെ, പൂവിനകത്ത് നല്ല മധുരമുള്ള തേനുണ്ട് എന്ന് വിചാരിച്ച് അതിലുണ്ടാകുന്ന കായ്ഫലങ്ങൾക്ക് അത്ര മധുരം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ കയ്പായിരിക്കും. ഇതുപോലെയൊക്കെയല്ലേ നമ്മുടെ ജീവിത അനുഭവങ്ങളും. പുറമേ നല്ല സ്നേഹമുണ്ട് എന്ന് നടിക്കുന്ന ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത വേണമെന്നില്ല. ആ സ്നേഹത്തിന്റെ പിന്നാമ്പുറം വേണ്ടത്ര ഗൗരവത്തോടെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുകൊണ്ടായിരിക്കണമെന്നില്ല. പുറത്ത് എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതാണ് മനുഷ്യന്റെ പ്രത്യേകമായ കഴിവെന്ന് പറയുന്നത്. കാണിക്കുന്ന ആ സ്നേഹത്തിനും നമ്മുടെ മുമ്പിൽ പ്രകടമാക്കുന്ന പല പ്രകടനങ്ങൾക്കും ആത്മാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് അതില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ മധുരമുള്ള തേൻ പൂവിനകത്തുണ്ടെങ്കിലും അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലത്തിന് വേണ്ടത്ര മധുരം ഉണ്ടാകണമെന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ യാത്രകളിലും നമ്മൾ എത്ര മധുരകരമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവോ അത് ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും, നിർവ്യാജമായ സ്നേഹമായിരിക്കും, പവിത്രമായ സ്നേഹമായിരിക്കണം. ഒരു കാര്യസാധ്യത്തിനോ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരിടമായിട്ട് അല്ലെങ്കിൽ ഒരു വസ്തുതയായിട്ട് സ്നേഹപ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രകസനമാക്കാൻ പാടില്ല. നാം എന്തെങ്കിലും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഏത് രീതിയിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുവോ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ പ്രകടനമായി മാറുമ്പോഴാണ് ആ ഒരു ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരാ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ കഷ്ടവേളയിൽ, എൻ്റെ ദുഃഖവേളയിൽ, എൻ്റെ വേദനയുടെ വേളയിൽ, എൻ്റെ മാനസിക പ്രശ്നങ്ങളുടെ വേളയിൽ എൻ്റെ അടുത്ത് നിന്ന് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തികളുണ്ടെങ്കിൽ അവരാണ് എൻ്റെ ബന്ധുമിത്രാദികൾ, അവരാണ് എൻ്റെ സ്വന്തക്കാർ, അവരാണ് എൻ്റെ മിത്രങ്ങൾ. ഞാൻ നിങ്ങൾ പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ, പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുമ്പോൾ നമ്മിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരാളല്ല നമ്മുടെ സ്നേഹിതൻ എന്ന് പറയുന്നത്. നമ്മെ വിട്ട് മാറിപ്പോകുന്നവരല്ല നമ്മുടെ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. നമ്മുടെ കഷ്ടവേളകളിൽ നമ്മുടെ അടുക്കൽ വന്ന സാഹചര്യം മനസ്സിലാക്കി നമ്മെ ചേർത്ത് നിർത്തുവാൻ, നമ്മുടെ ഭാരങ്ങൾ കുറച്ച് വഹിച്ച് നമ്മളെ കൂടെ നിർത്തുവാൻ കഴിയുന്ന വ്യക്തികളാണ് യഥാർത്ഥ സ്നേഹിതരെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരിലാണ് യഥാർത്ഥമായ സ്നേഹം നിലകൊള്ളുന്നത്. തിരിച്ചറിയണം, വ്യാജ സ്നേഹവും പവിത്രമായ സ്നേഹവും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇത് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങൾ മാറണം. എല്ലാവരുടെ നമ്മുടെ മുമ്പിൽ വരുന്നത്, നമ്മുടെ അടുക്കൽ വരുന്നത് ഒരു പക്ഷെങ്കിൽ ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അത് നടന്നില്ലെങ്കിൽ അവർ മാറിപ്പോകും. ഇനി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മാറിപ്പോകും, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. എന്നാൽ നമ്മൾ നമ്മുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, മധുരമുള്ള തേൻ ആ ചെടിയിലുള്ളതുപോലെ അതിനകത്ത് കായ്ക്കുന്ന കായ്ഫലങ്ങൾക്കും മധുരം കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഒരു അർത്ഥവത്തായ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിലൂടെ മറ്റുള്ളവർ സ്വാദനിച്ച് അനുഭവിക്കുവാൻ കഴിയും. നല്ല രുചി, നല്ല ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ഉത്തമമായ ലൈഫിന്റെ ഉടമയായി മാറാൻ നമുക്ക് കഴിയും. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനെ സ്നേഹിച്ചത് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിർവ്യാജ സ്നേഹമായിരുന്നു, പവിത്രമായ സ്നേഹമായിരുന്നു. എത്ര കോപിച്ചാലും അവരോട് കോപിക്കാതെ സഹോദര എന്ന് വിളിച്ച് അവരെ ചേർത്ത് നിർത്തുന്ന ആത്മാർത്ഥ സ്നേഹം, അതാണ് യേശു ഈ ലോകത്തിൽ മാതൃക കാണിച്ചത്. അത്രയൊന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ അതിനോട് അടുക്കുവാൻ കഴിയുന്ന ഒരു നല്ല ജീവിതം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ചേർന്ന് നിന്ന് ചേർത്ത് നിർത്തി നല്ല ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ആ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അവിടെയാണ് മറ്റുള്ളവർക്ക് നമ്മളെ ഏറ്റവും അതൊരു മീനിങ് ഫുള്ളായി മാറുവാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥത കൂടി ഉള്ളതായി മാറാൻ കഴിയട്ടെ. നമ്മുടെ സഹകരണങ്ങൾ ആത്മാർത്ഥതയുള്ള സഹകരണങ്ങളായി മാറാൻ കഴിയട്ടെ. നമ്മുടെ ചെയ്തികൾ ആത്മാർത്ഥതയുള്ള പ്രവൃത്തികളായി മാറാൻ കഴിയട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും പ്രാപ്തരാക്കട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.